നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? എൻ്റെ പേര് ടി കെ ഫിലിപ്പ് എന്നാണ്. ചേട്ടാ, ഇപ്പോൾ പാലക്കാട് വാശിയേറിയ ഒരു പോരാട്ടം നടക്കുകയാണല്ലോ. എങ്ങനെ കാണുന്നു ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള സ്ഥിതി എന്താണ്? ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ വിജയിക്കും എന്നുള്ളത് ഉറപ്പുണ്ട്. ശോഭാ സുരേന്ദ്രൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഈ BJP ക്രൈസ്തവർക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട്. ക്രൈസ്തവരെ ഞാൻ എൻ്റെ കുടുംബവും ഞങ്ങൾ പണ്ട് പോലെ ജന്മനാൽ മുതൽ കോൺഗ്രസ്സുകാരാണ്. എൻ്റെ കുടുംബത്തിൻ്റെയും എനിക്ക് വേണ്ടപ്പെട്ടവരെ, നാട്ടുകാരെ, വീട്ടുകാരെ എല്ലാവരെയും ഞങ്ങൾ ശോഭാ സുരേന്ദ്രനെ സഹായിക്കും. ചേട്ടൻ ഒരു ക്രൈസ്തവനാണോ? അതെ, ക്രൈസ്തവനാണ്. അപ്പോൾ ഇത്തവണ പാലക്കാട് താമര വിരിയും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു മാറ്റം വേണം. അതിന് ശോഭാ സുരേന്ദ്രൻ ജയിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഈ രാഹുൽ മാങ്കൂട്ടം MLA അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ നമുക്ക് നിയമപരമായിട്ടല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആ തെറ്റുകൾ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെ പിന്തുടർന്ന് ഒരു ഫാമിലിയോ അല്ലെങ്കിൽ അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്നാരും പോകും. അപ്പോൾ നിങ്ങൾ കുടുംബപരമായിട്ട് കോൺഗ്രസ്സുകാരായിരുന്നു, എല്ലാവരും മാറി ചിന്തിക്കാം? അതെ, ഞങ്ങൾ മാറി ചിന്തിക്കാണ്. എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരും എനിക്ക് വേണ്ടപ്പെട്ടവരും ഇവിടെയുള്ള പാലക്കാട്ടുള്ള ആൾക്കാരും മാറി ചിന്തിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ പ്രചരണങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? തീർച്ചയായിട്ടും നല്ല പ്രചരണമാണ്. ഒരു വിജയകരമായിട്ട് തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കും. ഉറപ്പാണ്. എല്ലാ പ്രാവശ്യവും BJP വിജയിക്കും എന്ന് പറയും, പക്ഷെ അവസാന ഘട്ടത്തിൽ പരാജയപ്പെടാറാണല്ലോ പതിവ്. അത് പറച്ചിലല്ലേ, അത് പണ്ടത്തെ കാലത്തല്ലേ. ഇപ്പോൾ മാറ്റങ്ങളുണ്ടല്ലോ. നരേന്ദ്രമോദിയുടെ വികസനം അത് ശോഭാ സുരേന്ദ്രൻ ഇവിടെ കൊണ്ടുവരും എന്നുള്ള തീർച്ചയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇത്തവണ മാറി ചിന്തിക്കും. തീർച്ചയായിട്ടും മാറി ചിന്തിക്കും. ഇവിടെ ശോഭാ സുരേന്ദ്രനെ വരുകൊള്ളൂ, താമരയെ വരുകൊള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി കിട്ടും എന്ന് ഉറപ്പുണ്ട്. ഉറപ്പാണ്. നമസ്തേ. മോദിയെ കണ്ടിരുന്നോ? മോദി കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? നല്ല പരിപാടിയായിരുന്നു. കേരളത്തിൽ എന്താണ് BJP സാധ്യതകൾ ഇത്തവണ? ഇലക്ഷൻ സീറോ ആവുമോ? ഒന്നുമില്ല, 100% ശോഭ ചേച്ചി ജയിക്കും. ഉറപ്പാണ്. ഈ ജയിക്കും എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇപ്പൊ പോയ കോൺഗ്രസിന്റെ MLA അറിയാം, ഒരുപാട് പീഡനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നല്ലേ. ഇപ്പൊ പിന്നെ പുതിയൊരു കോമാളിയായിട്ടുള്ള ഒരു പിഷാരടിയാണ് ഇപ്പൊ നിർത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഒരു റോഡ് ഷോ കണ്ടിരുന്നു. ആരും തന്നെ അതിലൊന്നും ആളില്ല. ആകെ 4 വണ്ടി മാത്രമേ ഉള്ളൂ. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകാം ശോഭ ചേച്ചി 100% ജയിക്കും. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞാൽ പിരായിരി പോലെയുള്ള പഞ്ചായത്തുകളിൽ BJP അതൊക്കെ ഉണ്ട്, മാറ്റം ഉണ്ട്. പിരായിരി കുറച്ച് മുസ്ലിംസിന്റെ ഇത് കൂടുതലാണെങ്കിലും കൂടിയിട്ട് ഇപ്രാവശ്യം അതൊക്കെ നമുക്ക് മറികടക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെ, ഏത് തരത്തിലേക്ക് അതിനുവേണ്ടിയുള്ള സംഘടനാ സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട് BJP? പ്രവർത്തനമുണ്ട് ഈ മേഖലയിലൊക്കെ സജീവമായിട്ട്? ഉണ്ട്, പ്രവർത്തനമുണ്ട്. ഇപ്പോ ഈ നരേന്ദ്രമോദി വന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇതൊക്കെ ഭാവിയിൽ വോട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 100% വോട്ടാവും. ഉറപ്പാണ്. ശോഭ ചേച്ചി പല ഘട്ടങ്ങളിലും ഇവിടെ ഇതിനു മുന്നേ ഒരു തവണ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പരാജയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പോ അത് വിജയത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് ഇടതുപക്ഷത്തിന്റെയും അവരുടെയൊക്കെ വികസനം ഒന്നും തന്നെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ മുൻ MLA ചെയ്ത പ്രവർത്തികളൊക്കെ തന്നെയാണ് ശോഭ ചേച്ചി. ഒന്നാമത്തത് എവിടെ നിന്നാലും വോട്ട് ശതമാനം 100% വർദ്ധിച്ചിട്ടുള്ള ഒരു ഇതാണ്. പ്രാവശ്യം ശോഭ ചേച്ചി 100% വർദ്ധിക്കും തന്നെയാണ്, ജയിക്കും തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും. പാലക്കാട് LDF സ്ഥാനാർത്ഥിയെ അറിയുമോ? അറിയാം. ആളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ആളിപ്പോ വന്നതല്ലേ, തുടക്കത്തിൽ വന്നതല്ലേ. നേരത്തെ മുൻ കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ നമ്മുടെ ഷാഫി പറമ്പലിലേക്ക് അനുയായിക്കാണെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഇപ്രാവശ്യം അത് നമുക്ക് എന്തായാലും ഗുണം തന്നെയാണ്. ശരി. പാലക്കാട് ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഉറപ്പാണ്. കണ്ടിരുന്നോ? ഇത് കണ്ടിരുന്നല്ലോ, കാണാനായിട്ട് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? വളരെ ഗംഭീരമായിരുന്നു, അതിഗംഭീരമായിരുന്നു. കേരളത്തിൽ എങ്ങനെയാണ് BJP മാറ്റങ്ങൾ എങ്ങനെയാണ്? ഇപ്രാവശ്യം മാറ്റം ഉണ്ടാകുന്ന തീർച്ചയായും പ്രതീക്ഷിക്കാം. ഉറപ്പാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് അറിയാൻ സാധിക്കുന്നത്. നിങ്ങളെവിടെ സ്ഥലം? എവിടെ? ഞാനിവിടെ വണ്ടിത്താവളം, ഇവിടുത്തെ 22 കിലോമീറ്റർ കലയുള്ള വണ്ടിത്താവളം എന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ പ്രാവശ്യം മോദിക്ക് കാണാൻ വരുന്നത്. പാലക്കാട് എങ്ങനെയാണ് BJP സാധ്യതകൾ? ഇപ്രാവശ്യം സുരേന്ദ്രൻ 100% ജയിക്കും തന്നെയാണ് വിശ്വാസം. ജയിക്കും ശോഭാ സുരേന്ദ്രൻ. ഉറപ്പാണ്. കാരണം എന്താ ഈ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് പറയുമ്പോൾ? അല്ല, കാരണം അദ്ദേഹത്തിന് അവർ ഒരുപാട് എന്താ പറയാ ഒത്തിരി കാലങ്ങളിൽ പ്രവർത്തിച്ചൊരു അനുഭവ പരിചയമുണ്ട്. പിന്നെ ഇവിടുത്തെ ട്രെൻഡ് നേരത്തെ UDF-ന്റെ LDF-ന്റെ ആയതുകൊണ്ടാണ് മാറി അവർ ജയിക്കാതെ പോയിരുന്നത്. കഴിഞ്ഞ ഇപ്രാവശ്യം ഏകദേശം അവരുടെ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ജയിക്കുന്നുള്ളത് തന്നെയാണ് ഇവരുടെ വിശ്വാസം. ഉറപ്പാണ്. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള പഞ്ചായത്തുകളിൽ BJP സ്വാധീനം
പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായും വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം 100% ശോഭാ സുരേന്ദ്രൻ ജയിച്ചു വരുന്നതിനാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെ ആവും. അത് വികസനത്തിനായിട്ടുള്ള ഒരു ആയിരിക്കും തീർച്ചയായും. ജനങ്ങൾ തീർച്ചയായും മാറ്റി ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു. നമസ്കാരം. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എങ്ങനെയുണ്ട്? അടിപൊളി. ഞങ്ങൾ മലപ്പുറത്താണ് വരുന്നത്. അടിപൊളി പരിപാടി. ഒരുപാട് ജനങ്ങളുണ്ട്. മോദിജിനെ നേരിട്ട് കണ്ടതിൽ വലിയ സന്തോഷം. ചെറിയ നേരത്തെ കണ്ടുള്ളൂ, പക്ഷെ വലിയ സന്തോഷം. എല്ലാവരും കണ്ടു, വന്നവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയെന്നുള്ളതാണ് സന്തോഷം. ഇവിടെ കേരളത്തിൽ മാറ്റം ഉണ്ടാവുന്ന കേരളത്തിൽ പാലക്കാട് എന്തായാലും പിടിക്കും. അതുപോലെ നേമം, വട്ടിയൂർക്കാവ്, അതുപോലെ ഒരുപാട് മണ്ഡലം 14 സീറ്റ് എന്തായാലും കിട്ടും. ഉറപ്പാണ്? 100%. അപ്പൊ ഇതിനുള്ള സാധ്യതകൾ എന്താ പറയുന്നത്? സാധ്യതകൾ മോദിയുടെ വികസനം. ഇവിടുത്തെ കേരള സംസ്ഥാന ഭരണം വളരെ മോശമാണ്. അതൊക്കെ വികസനമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നരേന്ദ്രമോദി ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും നരേന്ദ്രമോദി കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഇവിടെ കേരളത്തിൽ ജനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ MLA വേണം, BJP MLA വേണം, BJPക്ക് MLA വേണം, നിയമസഭയിൽ ആളുകൾ വേണം. ഈ പിണറായി സർക്കാരിന് 100-ൽ എത്ര മാർക്ക് കൊടുക്കും? 100-ൽ 1 മാർക്കും കൊടുക്കില്ല. കട്ടുമുടിച്ചു മൊത്തം. അത് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ BJPന്റെ MLA നിയമസഭയിൽ വേണം. ഒരു സംശയമല്ല. നമസ്കാരം. മോദിജി വരികയാണല്ലോ പാലക്കാട്. എങ്ങനെയുണ്ട് ഇത്തവണ കേരളത്തിൽ ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത? 100 വട്ടം ശോഭാ സുരേന്ദ്രൻ ജയിച്ചിരിക്കും. കാരണം ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം അതിന്റേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അത് ജയിച്ചിരിക്കും. ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട് ജയിച്ചിരിക്കും. കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഇത്തവണെങ്കിലും മാറി ചിന്തിക്കുന്നുണ്ട്. ഉണർവുണ്ട്, 100 മടങ്ങുണ്ട്. ഞങ്ങളുടെ സന്യാസി സഭന്റെ യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഗുണങ്ങൾ 100 വട്ടം ഉണ്ട്. ഹിന്ദു ഏക കുടുംബമായി വരും. കേരളത്തിൽ ഹിന്ദു സമൂഹം സംഘടിതമായിട്ട് BJP വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഉറപ്പ്. നല്ല മാറ്റം വരും. പക്ഷേ ഈ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് UDF നിൽക്കുക. അവര് വേറെ, ഞങ്ങൾ വേറെ. അവര് കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. BJPക്ക് സാധ്യത തന്നെയാണ് 100 വട്ടം. നമസ്കാരം. മോദിജിയെ കാണാമെന്നാണ്? മോദിജിയെ കാണാമെന്നാണ്. മോദിജി ഇപ്രാവശ്യം കേരളത്തിൽ ഇലക്ഷൻ പ്രചരണമായിട്ടാണല്ലോ വരുന്നത്. കേരളത്തിൽ ഇത്തവണ എന്തെങ്കിലും മാറ്റങ്ങൾക്കുള്ള സാധ്യത ഉണ്ട്? 100% ഉറപ്പാണ്. കാരണം അവരുടെ പ്രവർത്തനം അങ്ങനെയാണ്. ഇതുവരെ അവരുടെ പ്രവർത്തനം കേരളം അറിഞ്ഞിരുന്നില്ല. എല്ലാം മൂടി വെച്ച് വേറെ പേരിൽ അറിയപ്പെടുകയായിരുന്നു. ഇന്നങ്ങനെയല്ല. അവര് എന്ത് ചെയ്യുന്നോ, കേന്ദ്രം എന്ത് ചെയ്യുന്നോ അത് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് 100% മാറ്റം വരും എന്നാണ് എൻ്റെ. കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഇത്തവണ മാറി ചിന്തിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഹൈന്ദവനെന്ന് മാത്രമൊന്നുമില്ല, അത് എല്ലാവരും മാറി ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള SDP അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ചില വർഗീയ സംഘടനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള UDF മുന്നോട്ട് പോവുകയാണല്ലോ. അപ്പൊ പാലക്കാട് മണ്ഡലത്തിൽ പോലും അവരങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് നമുക്ക് കാത്തിരുന്ന് കാണാം, അത്രേ പറയാനുള്ളൂ.